വ്യക്തത, ധീരത. രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ CPM ഭയപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ ഇതായിരുന്നു. ഒരു വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റെടുത്താൽ അതിലൊരു സംശയവും ബാക്കിയുണ്ടാവില്ല. കൃത്യമായി, വ്യക്തമായി, ധീരമായി അത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അടിച്ചേൽപ്പിക്കും. രാഹുൽ ചാനൽ ചർച്ചയിൽ പങ്കെടുത്താൽ എതിരാളികൾക്ക് പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ല. രാഹുൽ തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങിയാൽ രാഹുൽ തരംഗം സൃഷ്ടിച്ചാണ് മടങ്ങുന്നത്. അതുകൊണ്ടാണ് CPMനെ അതിദയനീയമായി 3-ാം സ്ഥാനത്തെത്തിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ CPMൻ്റെ പ്രതീക്ഷ തല്ലിക്കെടുത്തി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു അത്. കോൺഗ്രസ് പാർട്ടി ഇന്നലത്തെയും ഇന്നത്തെയും കാര്യം മാത്രം ചിന്തിക്കുമ്പോൾ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്ന പാർട്ടിയാണ് CPIM. TP ചന്ദ്രശേഖരനെ 2011 കൊന്നുകളയാൻ CPM തീരുമാനിച്ചത് 2016 കൃത്യമായും വ്യക്തമായും അധികാരത്തിലെത്താനായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു നേതാവ് നിലനിന്നാൽ CPMൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലാവും. CPIM M സ്വരാജിനെ കൊണ്ടും P രാജീവിനെ കൊണ്ടുമൊക്കെ കെട്ടിപ്പൊക്കുന്ന നുണക്കൊട്ടാരങ്ങൾ, ഖജനാവിലെ പണമെടുത്തുകൊണ്ട് പരസ്യം ചെയ്ത് ജനഹൃദയത്തെ ഹൈജാക്ക് ചെയ്യുന്ന സൈബർ തന്ത്രങ്ങൾ, വഴങ്ങാത്തവരെ ഇല്ലാതാക്കാൻ സൈബർ ഗുണ്ടകളെ ഉപയോഗിച്ച് നടത്തുന്ന തേരോട്ടം, ഇതെല്ലാം പൊളിച്ചടുക്കി CPMൻ്റെ തനി നിറം ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കാൻ രാഹുലിനെ പോലെ മറ്റാർക്കും കഴിയില്ലെന്നവർ തിരിച്ചറിഞ്ഞു. അവർ അവരുടെ പതിവ് തന്ത്രം പയറ്റാനിറങ്ങി. ശത്രുവിനെ വളഞ്ഞിട്ട് പിടിക്കുക, അവൻ്റെ സ്വകാര്യതയിലേക്ക് ഇവരുടെ എല്ലാ സംവിധാനവും ഉപയോഗിച്ച് കടന്നു കയറുക, ടെലിഫോൺ ചോർത്തുന്നതടക്കമുള്ള തന്ത്രങ്ങൾ പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എന്നിട്ട് എന്താണ് അവൻ്റെ ശത്രുവിൻ്റെ ബലഹീനത, കുഴപ്പമെന്ന് കണ്ടെത്തുക, ആ കുഴപ്പം വെച്ച് അവനെ വീഴ്ത്തുക. അല്പം പഞ്ചാരക്കുട്ടനായിരുന്നതുകൊണ്ട്, ചില സ്ത്രീകളെയെങ്കിലും അതിര് കടന്ന് ഇളക്കാൻ കഴിഞ്ഞതുകൊണ്ട് അതാവട്ടെ വജ്രായുധം എന്ന് CPM തീരുമാനിക്കുന്നു. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ കൃത്യമായി കെണിവെച്ച് വലവിരിച്ച് അവർ പിടിച്ച് ജയിലിലടയ്ക്കുന്നത്. CPM സർക്കിളുകളിലെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ആ കെണിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ കൂടി തലവെച്ചതോടെ CPM മതിമറന്ന് ആഹ്ലാദിച്ചു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുകയില്ല. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിടത്തും പോയി CPMനെതിരെ പ്രസംഗിക്കുകയില്ല. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിന് UDFന് വേണ്ടി പ്രചരണം നടത്താൻ കഴിയില്ല. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് കോൺഗ്രസിന് വേണ്ടി CPMനെ വധിക്കുകയില്ല. ഇതിനേക്കാൾ വലിയൊരു വിജയം ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPMന് ലഭിക്കുമെന്ന് അവർ പോലും കണക്കുകൂട്ടിയില്ല. ഇത്തരത്തിൽ ചില തന്ത്രങ്ങൾ അവർ അവരുടെ വർഗശത്രുക്കളോട് എക്കാലത്തും എടുക്കാറുണ്ട്. മറുനാടനെ അടച്ചുപൂട്ടാൻ അവർ നടത്തിയ നീക്കവും ഇതുതന്നെയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മറുനാടിൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കരുത്. രാഹുൽ മാങ്കൂട്ടത്തെ പെണ്ണ് കേസിൽപ്പെടുത്തിയാണ് അവർ ഇല്ലാതാക്കാൻ ശ്രമിച്ചതെങ്കിൽ മറുനാടിനെ വർഗീയവാദി എന്ന ചാപ്പകുത്തി ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഒരു മുസ്ലിം വിരുദ്ധ നറേറ്റീവ് സൃഷ്ടിച്ച് അത് വ്യാജ പ്രചരണത്തിലൂടെ ജനഹൃദയത്തിലേക്ക് അടിച്ചേൽപ്പിച്ച് മറുനാടനെ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ ലക്ഷോപലക്ഷം മറുനാടൻ പ്രേക്ഷകരുടെ പ്രാർത്ഥന, ദൈവത്തിൻ്റെ അസാധാരണമായ അനുഗ്രഹം മറുനാടനെ ആപത്തിൽ നിന്ന് കാത്തു. ഈ തെരഞ്ഞെടുപ്പിലും CPMൻ്റെ വൃത്തികേടുകൾക്കെതിരെ പറയാൻ ത്രാണി ഉണ്ടാക്കി കൊടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും നിശബ്ദനാക്കി എന്ന് കരുതി ആഹ്ലാദിക്കുകയായിരുന്നു അവർ. പക്ഷേ സഖാക്കളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ജന്മമായിരുന്നില്ല രാഹുൽ. രാഹുലിനെ മൂലക്കിരുത്താൻ ശ്രമിച്ചെങ്കിൽ ഇപ്പോൾ രാഹുൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPMന് പുറത്തുണ്ടാവുന്ന രാഹുലിനേക്കാൾ വലിയ ഉപദ്രവം ചെയ്യാൻ കഴിയുന്നു. വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ CPMനെ ഏറ്റവും അധികം കുഴപ്പത്തിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുലിനെ തെരഞ്ഞെടുപ്പ് വേദികളിൽ പോകാൻ കഴിയാത്തതുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് കൃത്യമായി ഡാറ്റ മനസ്സിലാക്കി പ്രതികരിക്കാൻ കഴിയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ ഞെട്ടിക്കുന്ന വീഡിയോകളുമായി രംഗപ്രവേശം ചെയ്യുന്നു. CPMൻ്റെ കള്ളത്തരങ്ങൾ, അവരുടെ അവകാശവാദങ്ങളെല്ലാം പൊളിച്ചെടുക്കുന്നത് കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം SDPI ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അഭിമന്യുവിനെ CPM വഞ്ചിച്ചതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു. അത് ഏതാണ്ട് 1 മില്യൺ ആളുകൾ, അതായത് 10 ലക്ഷം ആളുകൾ കണ്ടു. അതിന് തൊട്ടു പിന്നാലെ CPMൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ട് രാഹുലിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നു. 2 ദിവസം തികയുന്നതിന് മുൻപ് ആ വീഡിയോ ഇതുവരെ രാഹുലിൻ്റെ ഫേസ്ബുക്കിൽ മാത്രം കണ്ടത് 30 ലക്ഷത്തിലധികം ആളുകളാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തി എന്നതുകൂടി കണക്കിലെടുത്താൽ ഇതിനോടകം ഈ വീഡിയോ കുറഞ്ഞത് 1 കോടി ആളുകളെങ്കിലും കണ്ടു കാണും.
കേരളത്തിലാകെ വോട്ടർമാർ 3 കോടി തികയുകയില്ല എന്നോർക്കണം. അവരിൽ മഹാഭൂരിപക്ഷവും വാർത്തകളോട് താല്പര്യമുള്ളവരല്ല. എന്നിട്ടും 1 കോടിയോളം ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു. വയനാട് ദുരന്തത്തെ എങ്ങനെയാണ് CPIM ഒരു സാമ്പത്തിക സ്രോതസ്സാക്കി മാറ്റിയത്, എന്നിട്ട് അതിൻ്റെ പേരിൽ എങ്ങനെയാണ് ജനത്തെ കബളിപ്പിച്ചുകൊണ്ട് വോട്ട് നേടുന്നത് എന്ന് Your day doesn't end when Canada's does. Because their morning കബളിപ്പിച്ചുകൊണ്ട് വോട്ട് നേടുന്നത് എന്ന് കൃത്യമായി വ്യക്തമാക്കുന്നു. 778 കോടി രൂപ നമ്മൾ മലയാളികൾ വയനാട് പുനരധിവാസത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തു. എന്നിട്ട് 100 കോടി രൂപ പോലും മുടക്കാതെയാണ് അവർ പുനരധിവാസ പദ്ധതിക്ക് രൂപം കൊടുത്തത്. ബാക്കി തുക എവിടെ പോയി? DYFI പിരിച്ച കാശ് 10 മാസം വൈകിപ്പിച്ചപ്പോൾ നേടിയ 1 കോടിയോളം പലിശ ആരടിച്ചു മാറ്റി? ഓർക്കണം, രാഹുൽ മാങ്കൂട്ടത്തിൽ കണക്ക് അവതരിപ്പിക്കുമ്പോൾ സുപ്രധാനമായ 2 കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ഒന്ന്, കേന്ദ്രം നൽകിയ ഏതാണ്ട് 400 കോടിയിലധികം രൂപയെക്കുറിച്ച് പരാമർശമില്ല. 2, നാടിൻ്റെ നാനാഭാഗത്തുമുള്ള സമ്പന്നരായ മനുഷ്യർ, സന്നദ്ധ സംഘടനകൾ അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടും മറ്റ് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അത് ഫോളോ ചെയ്യാതെ ഉഴപ്പിക്കളഞ്ഞതിനെക്കുറിച്ച് പറയുന്നില്ല. അവരെ കോർഡിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും 1 രൂപ പോലും സർക്കാരിന് മുടക്കേണ്ടി വരുമായിരുന്നില്ല. അത് കോർഡിനേറ്റ് ചെയ്ത് നടപ്പിലാക്കാതിരുന്നത് ജനങ്ങൾ കൊടുത്ത പണത്തിൻ്റെ ഒരു വിഹിതം അടിച്ചു മാറ്റാൻ വേണ്ടിയാണ്. ആകെ കിട്ടിയ പണത്തിൻ്റെ പകുതിയോളം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തിട്ട് അവർ ലാഭമുണ്ടാക്കി. ബാക്കി പണം എന്തു ചെയ്തു? ഈ സർക്കാർ വയനാട് ദുരന്ത ബാധിതരെ സംരക്ഷിച്ചു എന്ന പേരിൽ വോട്ട് നേടാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ പിച്ചച്ചട്ടിയിലും കൈയിട്ട് വാരുകയായിരുന്നു എന്ന് ഭയപ്പെടുത്തുന്ന സത്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുമ്പോട്ട് വെച്ചത്. അതാണ് കേരളത്തിൽ ഇന്ന് ആരും കാണാനില്ലാത്തത്. അതെ, രാഹുൽ മാങ്കൂട്ടത്തിൽ CPIM എന്ന പാർട്ടിയുടെ അന്തകനായി മാറുന്നു. രാഹുലിൻ്റെ അശ്രദ്ധേയമായ വീഡിയോ കാണുക. ഇതൊരു തിരഞ്ഞെടുപ്പിന്റെ കാലമാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന കാലം. ആ ചോദ്യങ്ങളിൽ ഏറ്റവും മുഴങ്ങിക്കേൾക്കുന്ന ചോദ്യം വീടെവിടെ എന്ന ചോദ്യമാണ്. സംസ്ഥാന സർക്കാർ ചോദിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്, സൈബർ സ്പേസ് ചോദിക്കുന്നുണ്ട്, ചില മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ട്. വീടെവിടെ? ന്യായമായ ചോദ്യമാണ്. വയനാട്ടിലെ ദുരന്തം അനുഭവിച്ച മനുഷ്യന്മാർ 2 വർഷത്തോടെടുക്കുമ്പോൾ വീടെവിടെ എന്ന ആ ചോദ്യം ഉയരേണ്ടുന്ന ചോദ്യം തന്നെയാണ്. പക്ഷേ എൻ്റെ സംശയം, വീടെവിടെ എന്ന ആ ചോദ്യം ആദ്യം ചോദിക്കേണ്ടത് പ്രതിപക്ഷത്തോടാണോ അതോ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനോടാണോ? ഞാൻ പറയും, ആ ചോദ്യം ചോദിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനോടാണ്. കാരണം ഞാനും നിങ്ങളും നമ്മളും ഒന്നിച്ചു നിന്ന് 778 കോടി രൂപ വയനാടിനെ പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ടി ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ചത് സംസ്ഥാന സർക്കാരിലാണ്. സംസ്ഥാന സർക്കാരിന്റെ CMDRFിലേക്കാണ് നമ്മൾ ആ തുക കൈമാറിയിട്ടുള്ളത്. ആ തുക വെച്ചിട്ട് ഈ 2 വർഷം എടുക്കുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ എന്തെല്ലാമാണ് ചെയ്തിരിക്കുന്നത്? ദുരന്തമുണ്ടായി കൃത്യം 20 മാസമാകുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ പൂർത്തീകരിച്ച് ആ വീടുകളിൽ താമസിക്കുന്ന ഒരു മനുഷ്യനെങ്കിലും നിങ്ങൾക്ക് വയനാട്ടിൽ കാണിച്ചു തരാൻ കഴിയും? ഇല്ല. അപ്പോൾ നിങ്ങൾ പറയും, സംസ്ഥാന സർക്കാർ 178 വീടുകൾ കൈമാറിയില്ലേ? 178 വീടുകൾ കൈമാറുന്നൊരു ചടങ്ങ് നടത്തി. അത് PR-ന് വേണ്ടി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് PR-ന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷേ ആ 178 വീടുകളിൽ ഒന്നിലെങ്കിലും ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്നുണ്ട്? ഇല്ല. കാരണം മഹാഭൂരിപക്ഷ വീടുകളിലും ഇലക്ട്രിഫിക്കേഷൻ പൂർത്തീകരിച്ചിട്ടില്ല. ചില വീടുകളിൽ പ്ലംബിംഗ് ആക്ടിവിറ്റീസ് പൂർത്തീകരിച്ചിട്ടില്ല. പിന്നെങ്ങനെയാണ് ആ വീട്ടിൽ മനുഷ്യന്മാർ താമസിക്കുക? ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം വരെ വയനാട്ടിലെ സർക്കാർ കൈമാറിയ ഒരു വീട്ടിൽ പോലും ഒരാൾ പോലും താമസിക്കുന്നില്ല എന്ന കണക്ക് നിങ്ങൾ എത്ര പേർക്ക് മുന്നിൽ ഈ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എത്തിച്ചിട്ടുണ്ട്? ഇനിയും ഇതുവരെ നമ്മൾ അക്കൗണ്ട് ചെയ്തിട്ടില്ലാത്ത, ഓഡിറ്റ് ചെയ്തിട്ടില്ലാത്ത ചില കണക്കുകളിലേക്ക് കിടക്കാം. വയനാട്ടിൽ ആകെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ സംഭാവന ചെയ്ത തുക 778 കോടി രൂപ. ആ 778 കോടി രൂപയിൽ സംസ്ഥാന സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിക്കുവാൻ വേണ്ടി മാത്രം ചെലവഴിക്കുന്ന തുക 299. അതായത് മിച്ചം 479 കോടി. അതിലേക്ക് കടക്കാം. ഈ 299 കോടി രൂപയ്ക്ക് വയനാട്ടിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുവാൻ കരാറ് കൊടുത്തിരിക്കുന്നത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ്. ഊരാളുങ്കൽ 299 കോടി രൂപയുടെ വയനാട്ടിലെ പുനർനിർമ്മാണ പാക്കേജ് കൊടുക്കുമ്പോൾ യാതൊരു വിധമായ ടെൻഡർ നടപടികളും പാലിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ അപ്പോഴൊന്നും ചോദിച്ചിട്ടില്ല, ഇതിനകത്ത് അഴിമതിയില്ലേ, എങ്ങനെയാണ് ടെൻഡർ ഇല്ലാതെ 299 കോടി രൂപ ഊരാളുകളിൽ കൊടുക്കുന്നതെന്ന ചോദ്യം നമ്മൾ ചോദിക്കാത്തത് ഒരു ദുരന്തത്തിന്റെ സമയത്ത് ചില ആളുകൾ സൂചിപ്പിക്കുന്നത് പോലെ ശവത്തിൽ നിന്ന് മോട്ടിക്കുന്ന പണി ഈ സർക്കാർ കാണിക്കില്ല എന്ന നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ്. ഇനി ആ കണക്കിലേക്ക് തന്നെ നമുക്ക് പോകാം. നിങ്ങൾക്കൊരു കാര്യം അറിയും, വയനാട്ടിൽ ആ ദുരന്തത്തിൽ മൊത്തം എത്ര മനുഷ്യന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നോ ആകെ എത്ര മനുഷ്യന്മാരെയാണ് കാണാതെ പോയതെന്നോ ഉള്ള കൃത്യമായ ഒരു കണക്ക് ഇന്നത്തെ ദിവസം വരെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലില്ല. സംസ്ഥാന സർക്കാരിന്റെ കണക്കിൽ വയനാട്ടിൽ വീട് നഷ്ടമായ ആകെ ആളുകളുടെ എണ്ണം 487 ആ 487 പേരിൽ 85 ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന വീട് വേണ്ട, പകരം അതിനാവശ്യമായിട്ടുള്ള നഷ്ടപരിഹാര തുക നൽകിയാൽ മതി. അപ്പോൾ സംസ്ഥാന സർക്കാർ നിർമ്മിക്കേണ്ട വീട് 402. ഈ 85 കുടുംബങ്ങൾക്ക്
ആ 85 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനായി സംസ്ഥാന സർക്കാർ കൊടുത്തത് 15 ലക്ഷം രൂപയാണ്. അതായത് വയനാട്ടിൽ വീട് നഷ്ടമായ ഒരു മനുഷ്യന് ഒരു വീടിനെ സംസ്ഥാന സർക്കാർ കണക്കാക്കുന്നത് 15 ലക്ഷം രൂപ. അങ്ങനെ നോക്കുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ ആകെ വയനാട്ടിൽ നിർമ്മിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് 410 വീടുകളാണ്. ആ 410 ഗുണം 15 ലക്ഷം. അങ്ങനെ നോക്കുമ്പോൾ ഈ 410 വീടുകൾക്ക് ചെലവാകുന്നത് 61,50,00,000 രൂപയാണ്. പോട്ടെ, ഇനി അവിടെ സ്ഥലം നന്നാക്കാനും അതുപോലെ തന്നെ വീടിൻ്റെ മെച്ചപ്പെട്ട അവസ്ഥയ്ക്കുമൊക്കെ വേണ്ടിയിട്ട് 1000 സ്ക്വയർ ഫീറ്റുള്ള ആ വീടിന് ഒരു 20 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൂട്ടാം. അപ്പോഴും 82 കോടി രൂപയാണ് അവിടെ വീട് നിർമ്മിക്കുവാനായി ആകെ ചെലവഴിക്കപ്പെടുന്ന തുക. ഇനി ടൗൺഷിപ്പാണ്, റോഡ് വേണം, അംഗനവാടി ഉണ്ടെന്ന് പറയുന്നു, പാർക്ക് ഉണ്ടെന്ന് പറയുന്നു. അതിനെല്ലാം കൂടി ഒരു 10 കോടി കൂടി മാറ്റി വെച്ചാൽ പോട്ടെ, എല്ലാം കൂടെ ചേർന്നൊരു 100 കോടി രൂപ. അതും വിട്ടേക്കൂ, 150 കോടി രൂപ. പക്ഷേ ടൗൺഷിപ്പിന് വേണ്ടി ആകെ മാറ്റി വെച്ചിരിക്കുന്ന തുക 299 കോടിയാണ്. അപ്പോൾ ഈ ബാക്കി 149 കോടി വെച്ച് ഈ സംസ്ഥാന സർക്കാർ ഊരാളുകളിലും കൊണ്ട് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അത് വയനാട്ടിൽ എന്തെങ്കിലും നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടാണോ, അതോ CPM-കാർക്ക് വയർ നിറയ്ക്കുവാൻ വേണ്ടിയിട്ടാണോ എന്ന് നിങ്ങൾ തന്നെ പറയേണ്ടുന്ന കണക്കാണ്. അപ്പോൾ സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലെ ബാക്കി പണത്തെപ്പറ്റിയും ഈ 299 കോടി രൂപയിലെ ബാക്കിയെപ്പറ്റിയുമൊക്കെ നമുക്ക് ഓഡിറ്റ് ചെയ്യണ്ടേ? ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. കാരണം അത് പ്രതിപക്ഷം കൂടി കൊടുത്ത പൈസയാണ്. കർണാടക സർക്കാർ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും KC വേണുഗോപാലിൻ്റെയും ഒക്കെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി 20 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ UDF-ൻ്റെ MLA-മാർ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ, MP-മാർ, അവരെല്ലാവരും വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് കൂടി അവകാശപ്പെട്ട ഈ സംസ്ഥാനത്തിൻ്റെ പൊതുവായ പണം, ആ പണം എങ്ങനെയൊക്കെ ചിലവഴിക്കപ്പെട്ടു എന്നതിനെപ്പറ്റി കൃത്യമായ കണക്ക് നമുക്കറിയണം. ഇനി തിരിച്ച് കോൺഗ്രസിനോട് നിങ്ങൾക്ക് ചോദിക്കാം, പ്രതിപക്ഷത്തോട് നിങ്ങൾക്ക് ചോദിക്കാം, എന്തിനെപ്പറ്റി? കാലതാമസത്തെപ്പറ്റി. ശരിയാണ്, പ്രതിപക്ഷത്തിന് കാലതാമസം ഉണ്ടായിട്ടുണ്ട് ഭവന നിർമ്മാണത്തിൽ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സംസ്ഥാനത്തെ എല്ലാ ഭൂമിയുടെ മുകളിലും കൂടുതൽ അവകാശമുള്ള സംസ്ഥാന സർക്കാർ, ആ സർക്കാരിന് പോലും 2024 ജൂലൈയിൽ ദുരന്തമുണ്ടായിട്ട് ഭൂമി ഏറ്റെടുപ്പ് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞത് 2025 ഏപ്രിൽ മാസം 11-ാം തീയതിയാണ്. ഏതാണ്ട് ഒരു വർഷത്തോടെടുത്തു സംസ്ഥാന സർക്കാരിന്. അതിനേക്കാൾ കുറച്ചുകൂടി സമയം കോൺഗ്രസിനെടുത്തു. കോൺഗ്രസിന് മേപ്പാടിയിൽ കുന്നുംപറ്റയിൽ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് KPCC-യുടെ നേതൃത്വത്തിൽ ആപ്പ് വഴി ഏതാണ്ട് 4.5 കോടി രൂപയാണ് സമാഹരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ആപ്പ് ഉപയോഗിച്ചിട്ടില്ല. ഓരോ നിയോജകമണ്ഡലം കമ്മിറ്റികൾക്ക് അക്കൗണ്ടിൽ പൈസ നിക്ഷേപിക്കുവാനാണ് ആവശ്യപ്പെട്ടത്. അത് പ്രകാരം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഏതാണ്ട് 1,05,00,000 രൂപ KPCC കൈമാറുകയും ചെയ്തു. ഈ പണം കൊണ്ട് എന്ത് ചെയ്തു? ഈ പണം ഉപയോഗിച്ചുകൊണ്ടാണ് വയനാട് മേപ്പാടിയിൽ കുന്നുംപറ്റയിൽ കോൺഗ്രസ് സ്ഥലമേറ്റെടുത്തത്. ആ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് സ്ഥലം വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ഇനി കണക്കിനെ ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് പത്തനംതിട്ടയിൽ വെച്ച് മാധ്യമ സമ്മേളനം നടത്തിയിട്ട് ചോദിച്ചു. ഞാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കൈരളിയുടെ റിപ്പോർട്ടറോടാണ് കൊടുക്കുന്നത്. നിങ്ങളിത് പരിശോധിച്ചിട്ട് ഇന്നത്തെ ദിവസം വരെ ഈ അക്കൗണ്ടിൽ നിന്ന് 1 രൂപയെങ്കിലും പിൻവലിച്ചതായി തെളിയിച്ചാൽ ഞാൻ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് രാജിവെക്കാം എന്നെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. ഇനി തിരിച്ച് പണം കൊടുത്തുവെന്ന് പറയുന്ന DYFIയുടെ കണക്കിനെ പറ്റി നമുക്കൊന്ന് ഓഡിറ്റ് ചെയ്യണ്ടേ? DYFI എന്നാണ് മുഖ്യമന്ത്രിക്ക് ചെക്ക് കൈമാറിയത്? 2025 ഏപ്രിൽ മാസമാണ് 20 കോടി രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. അതായത് 2025 ഏപ്രിൽ മാസം DYFIക്ക് 20 കോടി രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തി. അതുകൊണ്ടാണല്ലോ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ചെക്ക് കൈമാറുവാൻ കഴിയുന്നത്. ഇനി തിരിച്ച് DYFI അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നതെന്നാണ് 2026 ജനുവരി മാസം. അതായത് 10 മാസം 20 കോടി രൂപ DYFIയുടെ അക്കൗണ്ടിലുണ്ടായിരുന്നു. ഇനി അതിന്റെ കണക്ക് നമുക്ക് നോക്കാം. 20 കോടി രൂപ നമ്മുടെ നാട്ടിലൊക്കെ ശരാശരിയുള്ള ഒരു പലിശ ഉണ്ടല്ലോ, 7%. 7% വെച്ച് പലിശ നോക്കിയാൽ തന്നെ 20 കോടി 10 മാസം അക്കൗണ്ടിൽ കിടക്കുമ്പോൾ ഏതാണ്ട് 1,16,00,000 രൂപ DYFIക്ക് കിട്ടിയിട്ടുണ്ട്. ആ 1,16,00,000 രൂപ വെച്ച് DYFI എന്താ ചെയ്തത്? അതിനെപ്പറ്റി നമുക്ക് ഓഡിറ്റ് ചെയ്യണ്ടേ? അപ്പോൾ നമുക്ക് ഓഡിറ്റുകൾ വേണം. കാലതാമസത്തെപ്പറ്റി ഓഡിറ്റ് ചെയ്യണം, കിട്ടിയ പണത്തെപ്പറ്റിയും ഓഡിറ്റ് ചെയ്യണം. ആ ഓഡിറ്റ് ചെന്നെത്തുക സംസ്ഥാന സർക്കാരിലേക്കായിരിക്കും. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ള ജോലി ചോദ്യം ചോദിക്കലായിരുന്നു. പക്ഷേ UDF പ്രതിപക്ഷമായിരിക്കുമ്പോൾ ചോദ്യം ചോദിക്കുകയല്ല, എന്തുകൊണ്ട് വീട് വൈകി, എന്തുകൊണ്ടാണ് നിങ്ങൾ വീട് നിർമ്മിക്കാത്തത് എന്ന ചോദ്യം ചോദിക്കുന്നതിന് പകരം ഞങ്ങൾ ചെയ്തത്, UDF ചെയ്തത്, ഞങ്ങൾ കൂടി സംസ്ഥാന സർക്കാരിനോടൊപ്പം നിന്ന് വീട് നിർമ്മിക്കാം, വയനാടിനെ പുനരുജ്ജീവിപ്പിക്കാം, ഈ നാടിനെ ചേർത്ത് പിടിക്കാമെന്നാണ്. അങ്ങനെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള, അങ്ങനെ പ്രൊഡക്റ്റീവായിട്ടുള്ള, പ്രോഗ്രസീവായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തെ ഇങ്ങനെ ഓഡിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത്
നിങ്ങൾ സംസ്ഥാന സർക്കാരിനോടുള്ള ചോദ്യങ്ങൾ മറന്നു പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വല്ലാതെ ഉത്സാഹം കാണിക്കുന്ന ചില മാധ്യമങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്കും ഉണ്ടായിരുന്ന കമ്മിറ്റ്മെന്റ്, നിങ്ങളും വയനാട്ടിൽ ടൗൺഷിപ്പുകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിരുന്നു, ആ ടൗൺഷിപ്പുകളുടെ പണി എന്തായി എന്ന് കൂടി നിങ്ങൾ തന്നെ ഒരു ആത്മപരിശോധന നടത്തണ്ടേ? ചോദ്യങ്ങൾ ഉണ്ടാകണം, ഉത്തരങ്ങളും വേണം. പക്ഷെ ചോദ്യങ്ങൾ പണം വാങ്ങി ഏകപക്ഷീയമാകരുത്, സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടുള്ളതാകരുത്. നമുക്കൊരുമിച്ച് സർക്കാരിനോട് ചോദിക്കാം, ഒപ്പമുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷത്തോടും ചോദിക്കാം. ചോദ്യങ്ങൾ ചോദിച്ചു തന്നെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാം.